പ്രീപോൾ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ജനങ്ങളെ എത്രമേൽ തെറ്റിദ്ധരിപ്പിക്കുന്നതും വോട്ടറെ തെറ്റായി സ്വാധീനിക്കുന്നതുമാണെന്നത് കൃത്യമായ ഡേറ്റുകളുടെ പിൻബലത്തിൽ സ്പോട്ട്ലൈറ്റ് ഒരാഴ്ച മുൻപ് അവതരിപ്പിച്ചിരുന്നു. മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വോട്ടെണ്ണൽ ഫലം പുറത്തുവരുന്നതിന് മുൻപാണ് ഈ വിഷയമെന്ന സ്പോട്ട്ലൈറ്റ് ചർച്ചയ്ക്കെടുത്തത്. അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്തവണയും സംഭവിച്ചിരിക്കുന്നു. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും പാളിപ്പോയിരിക്കുന്നു. അതിനാൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. ആരുടെ താല്പര്യമാണ് പല ഊഹപ്രവചനങ്ങളിലെയും അക്കൗണ്ടുകളിലും പ്രതിഫലിക്കുന്നത്? യഥാർത്ഥത്തിൽ വോട്ടർമാരുടെ മനസ്സറിഞ്ഞുള്ള കണക്കുകളാണോ ഇന്ത്യയിലെ മാധ്യമങ്ങളും അവർക്ക് വേണ്ടി സർവേ നടത്തുന്ന ഏജൻസികളും നടത്തുന്നത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ്. ഇപ്രാവശ്യം പൊളിഞ്ഞു വീണ പ്രീപോൾ എക്സിറ്റ് പോളിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ വൈരുദ്ധ്യങ്ങളെ ഒരിക്കൽ കൂടി പരിശോധിക്കുന്നു. സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. വിശ്വാസ്യത ജനിപ്പിക്കാനാകും വിധമാണ് ഇന്ത്യയിലെ പല പ്രീപോൾ ചർച്ചകൾ മിക്കതും. വോട്ടറുടെ ഹിതത്തെ സ്വാധീനിക്കാനുള്ള പാർട്ടികളുടെ താൽപര്യങ്ങളോ മാധ്യമ ഉടമകളുടെ അജണ്ടകളോ ഏതെങ്കിലും അധികാര കേന്ദ്രത്തിന്റെ ഉദ്ദേശങ്ങളോ എല്ലാം പ്രതിഫലിക്കുന്നതാണ് ഇത്തരം പ്രവചനങ്ങളെന്ന് തെളിയിക്കപ്പെടുകയാണ് ഇന്ത്യൻ പ്രീപോൾ എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ വീണ്ടും വീണ്ടും. അതൊരു തരം വെപ്പണൈസ്ഡ് ഒപ്പീനിയനായി മാറുന്നതും അതുകൊണ്ടാണ്. രാഷ്ട്രീയ ധാരണ, അനുയായിത്വം ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരായ ന്യൂട്രൽ വോട്ടർമാരിൽ 75% കൂടുതൽ പേർ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് വോട്ടെടുപ്പിന്റെ 3 നാൾ മുൻപാണെന്ന തിരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ അഭിപ്രായത്തെ മുൻനിർത്തിക്കൂടി വേണം പ്രീപോളിന്റെ സ്വാധീനം ചർച്ച ചെയ്യാൻ. അതുകൊണ്ട് മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന വിശകലനങ്ങളും അർദ്ധസത്യങ്ങളും ട്രെൻഡ് പ്രഖ്യാപനങ്ങളുമെല്ലാം കക്ഷി രാഷ്ട്രീയമില്ലാത്ത, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലാത്ത മനുഷ്യരെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ ഒപ്പീനിയൻ മാനിപ്പുലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. വെപ്പണൈസ്ഡ് ഒപ്പീനിയൻ പോൾസ് എന്ന പ്രശസ്ത പ്രയോഗം പണ്ട് വന്നത് ഇതുകൊണ്ട് തന്നെയാണ്. മാധ്യമങ്ങൾക്ക് ഇത്തരം സർവേകൾ അവർക്കുള്ള ഏറ്റവും നല്ല പബ്ലിസിറ്റി മെറ്റീരിയലും. ഒരു മാധ്യമം മറ്റൊരു മാധ്യമത്തിന്റെ പേര് തങ്ങളുടെ വാർത്തയിൽ എടുത്തു പറയുന്ന അപൂർവ ദിവസങ്ങളിലൊന്നാണല്ലോ എക്സിറ്റ് പോൾ പ്രവചന ദിനം. ഓസ്ട്രേലിയൻ ചാൻസലറായിരുന്ന സെബാസ്റ്റ്യൻ കുർസ് രാജിവെക്കേണ്ടി വന്നത് ഫേക്ക് ഒപ്പീനിയൻ പോൾ വഴി തനിക്ക് അനുകൂലമാണ് കാര്യങ്ങളെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഏജൻസികളെ കൊണ്ട് ശ്രമിച്ച കുറ്റത്തിനാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് തനിക്ക് ആവശ്യമായ മീഡിയ കവറേജ് ഉണ്ടാക്കിയെന്നതായിരുന്നു അന്നത്തെ വിവാദം. കുറച്ചു പേരിൽ നിന്നുള്ള ഡേറ്റ എടുത്ത് വലിയ വിശകലനങ്ങളിലേക്ക് പോകുന്നവരുടെ കണക്കുകളാണ് മിക്ക സർവേകളും ഇവിടെ. പല സ്ട്രീമുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഡേറ്റ സർവേ എടുക്കുന്നവർ തേടാറുമില്ല. കണ്ടെത്തലിന്റെ ആധികാരികത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. കാരണം ഇതൊരു വ്യവസായമാണ്. ഇതിന് കാരണങ്ങൾ പലതാണ്. ഇത്തവണത്തെ ഫലപ്രവചനങ്ങളിൽ ഏറ്റവും ശരിയായത് ഈ ഏജൻസി മീഡിയ ഫലങ്ങളുടേതല്ല എന്നതാണ് വസ്തുത. ഏറെക്കുറെ കൃത്യമായത് ഫലോഡി സാട്ട ബസാറിന്റെ പ്രവചനമായിരുന്നു. ആ രാജസ്ഥാനി കൊച്ചു പട്ടണത്തിലെ ഊഹ മാർക്കറ്റിന്റെ പ്രവചനത്തോളം മികവൊന്നും ഈ കൊട്ടിഘോഷിക്കപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ ആരുടെയും പ്രവചനത്തിനില്ല എന്നതാണ് സത്യം. ഫലോഡി സാട്ട ബസാറിന്റെ ഇത്തവണത്തെ പ്രവചനം നോക്കിയാൽ അത് ബോധ്യപ്പെടും. ട്രെൻഡുകൾ പ്രവചിച്ച് പാളിപ്പോയതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ചില ഉദാഹരണങ്ങൾ ഓർക്കാതെ പോകാനാകില്ല. കഴിഞ്ഞ 20 വർഷത്തിനിടെയുണ്ടായ പ്രീപോൾ എക്സിറ്റ് പോളുകളുടെ ആക്യുറസി റേറ്റ് 40%-ലും താഴെയാണ്. 2004-ൽ UPA മുന്നണിക്ക് സീനൂസ് പ്രവചിച്ചത് 176 സീറ്റും BJPയുടെ മുന്നണിക്ക് പ്രവചിച്ചത് 249 സീറ്റുമാണ്. യഥാർത്ഥത്തിൽ നടന്നത് നേരെ തിരിച്ചാണ്. UPA സർക്കാർ 2004-ലും 2009-ലും സർക്കാർ ഉണ്ടാക്കി. ഐസക് പ്രവചിച്ചത് NDAക്ക് 248 സീറ്റാണ്. കിട്ടിയത് 189 സീറ്റും. 2004-ലും 2009-ലും BJP മുന്നണിക്ക് മുൻതൂക്കം പ്രവചിക്കപ്പെട്ടുവെങ്കിലും പാളിപ്പോയി. 2014-ൽ അതേസമയം UPA സർക്കാരിന്റെ തുടർച്ച പ്രവചിച്ചു മിക്ക മാധ്യമങ്ങളും. എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് നരേന്ദ്രമോദിയിലൂടെ NDA അധികാരത്തിലെത്തി. അന്ന് ഇത്തവണത്തെയും പിഴച്ചിരിക്കുന്നു പ്രവചനങ്ങൾ. 2012-ലെ UP ഇലക്ഷനിൽ തൂക്കുമന്ത്രിസഭ പ്രവചിക്കപ്പെട്ടു. പക്ഷേ സമാജ്വാദി സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടു. അരവിന്ദ് കെജ്രിവാളിന്റെ വിജയം, AAPയുടെ വരവ്,
ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയിലെ ജയം എല്ലാം അപ്രവചനീയമായിരുന്നു. രാഷ്ട്രീയ നിലപാടുള്ള വോട്ടർമാരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പറയാവുന്ന ഒരു കാര്യം ആവർത്തിക്കട്ടെ: ജയിക്കാൻ സാധ്യതയുള്ള ആളിന് വോട്ട് ചെയ്യുക എന്ന മാനസികാവസ്ഥയുള്ള ധാരാളം ന്യൂട്രൽ വോട്ടർമാരുള്ള രാജ്യമാണിത്. പ്രീപോൾ വിശകലനങ്ങൾ അവരെ സ്വാധീനിച്ചേക്കാം. എന്നതിനാൽ അതിലൊരു അജണ്ട സെറ്റ് ചെയ്യാൻ ഒരു മാധ്യമ സ്ഥാപനത്തിനോ രാഷ്ട്രീയ അധികാര കേന്ദ്രമോ തീരുമാനിച്ചാൽ അതിലേക്കുള്ള ഒരു പടി കൂടിയാണ് പല പ്രവചനങ്ങളും. അതുകൊണ്ടാണ് ഈ പ്രവചനങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ വെപ്പണൈസ്ഡ് ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത്. അടുത്ത വെപ്പണൈസ്ഡ് പ്രീ പോളിനായി മറ്റൊരു തിരഞ്ഞെടുപ്പ് വരേക്കും കാത്തിരിക്കാം.